നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ടാനമ്മയുടെ ദുഷ്ടനായ രണ്ടാനമ്മ നടത്തിയ 3 മത്സരങ്ങളിലും ആ കുട്ടി ജയിച്ചു അല്ലേ. അങ്ങനെ നൃത്ത മത്സരത്തിന് പോകാൻ അവൾക്ക് സമ്മതം കൊടുത്തു. പക്ഷെ സമ്മതം മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു മത്സരത്തിനാണ് പങ്കെടുക്കുന്നത്. നല്ല ഡ്രസ്സ് വേണം, ഒരുപാട് പേര് വരുന്നതാണ്, രാജാക്കന്മാരും പ്രഭുക്കളും ഒക്കെ വരുന്ന സ്ഥലത്താണ്. അവിടെ പോകുമ്പോൾ നല്ല ഡ്രസ്സ് വേണം, നല്ല ആഭരണങ്ങൾ വേണം. ഇതൊന്നുമില്ലാണ്ട് അവിടേക്ക് പോകാൻ പറ്റുമോ? പക്ഷേ ഇവളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അവൾ അമ്മോട് ചോദിച്ചു, അമ്മേ ചേച്ചിമാരുടെ ഒരു നല്ല ഡ്രസ്സ് എനിക്ക് തരുമോ? പഴയത് അവർക്ക് പാകമല്ലാതായത്. അതുപോലെ അവരുടെ പഴയ ആഭരണങ്ങൾ എന്തെങ്കിലും എനിക്ക് തരുമോ? അതൊന്നും തരാൻ പറ്റില്ല, അതൊക്കെ നീ എവിടുന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് അവർ ഒന്നും കൊടുത്തില്ല. അവരുടെ പാട്ടിന് അവർക്കാവശ്യമായ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുക്കാനും ഒരുങ്ങാനും ഒക്കെ ആയിട്ട് അവർ നടന്നു. ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവളെ ശ്രദ്ധിച്ചതേ ഇല്ല, കാരണം അവർക്കറിയാം ഇവളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ അവൾ തൻ്റെ പാവക്കുട്ടിയോട് ആവശ്യപ്പെട്ടപ്പോൾ പാവക്കുട്ടി നല്ല ഉടുപ്പുകളും നല്ല ആഭരണങ്ങളും നല്ല ചെരുപ്പും എല്ലാം ഒരുക്കി കൊടുത്തു. അങ്ങനെ മത്സര ദിവസമായി. ഇവൾ മത്സരിക്കാൻ പോയി. മത്സരം നടന്നു. മത്സരത്തിൽ ഏറ്റവും ഭംഗിയായി നൃത്തം ചെയ്തത് ഈ പെൺകുട്ടിയായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ആർക്കും അറിയില്ല. കാരണം അവളെ കണ്ടിട്ടുള്ളവർക്ക് പോലും മനസ്സിലാവില്ല. പുതിയ ആഭരണങ്ങളും പുതിയ വേഷങ്ങളിലും ഒന്നും അവളെ മനസ്സിലായില്ല. അമ്മയ്ക്കും പെങ്ങന്മാർക്കും കൂടി മനസ്സിലായില്ല. എന്തായാലും അന്ന് നൃത്തം ഏതാണ്ട് കഴിഞ്ഞ ഉടനെ ഇവൾ ഓടാൻ തുടങ്ങി. കാരണം ഈ പാവക്കുട്ടിയുടെ രഹസ്യം അറിഞ്ഞാൽ ആ പാവക്കുട്ടിയെ രണ്ടാനമ്മയും സഹോദരിമാരും മേടിക്കും. പിന്നെ അവൾക്ക് ഒരു സഹായം ഇല്ലാണ്ടാവും. അപ്പോൾ ഒരിക്കലും പുറത്തു വരരുതെന്നുള്ള എനിക്ക് അവൾ അവിടുന്ന് ഇറങ്ങി ഓടി. പക്ഷെ ഒരു കാര്യം മറന്നു, അവൾ തൻ്റെ ചെരുപ്പുകൾ എടുക്കാൻ മറന്നു. വീട്ടിലെത്തി തൻ്റെ വേഷവും ആഭരണങ്ങളൊക്കെ മാറ്റി അതൊക്കെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അവൾ തൻ്റെ പഴയ കുപ്പായോട്ട് വീട്ടിൽ ഒന്നും അറിയാത്ത പോലെ ഇരുന്നു. മത്സരഫലം വന്നപ്പോൾ ഈ പെൺകുട്ടി ജയിച്ചു. അതൊന്നും ഇവൾ അറിഞ്ഞില്ല. പെങ്ങന്മാരും അമ്മയും വീട്ടിലെത്തിയപ്പോൾ അവരുടെ വർത്തമാനത്തിൽ നിന്ന് കാര്യമൊക്കെ മനസ്സിലായി. താനാണ് മത്സരത്തിൽ ജയിച്ചത്, 1ാം സ്ഥാനം നേടിയതെന്നൊക്കെ മനസ്സിലായി. പക്ഷേ എന്ത് കാര്യം, സമ്മാനം വാങ്ങാൻ തനിക്ക് പറ്റില്ല. എന്നാലും അവൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ല. പക്ഷേ രാജാവിന് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയേ തീരൂ. രാജാവ് എന്ത് ചെയ്തു? അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ ചെരുപ്പുകൾ അവിടെ കണ്ടു. അപ്പോൾ ആ ചെരുപ്പ് പാകമായ പെൺകുട്ടിയെ കണ്ടെത്താൻ പറഞ്ഞ് ഭടന്മാരെ പറഞ്ഞയച്ചു. അവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ചെരുപ്പിടിച്ച് നോക്കി. അങ്ങനെ ഇവരുടെ വീട്ടിലെത്തി ഇവളെ ചെരുപ്പിടിച്ചപ്പോൾ ചെരുപ്പ് നല്ല പാകം. അപ്പോൾ രാജാവിനെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവളെ ചോദിച്ചു കാര്യങ്ങൾ. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ രാജാവിനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ തെളിവായിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അവൾ വേഗം തൻ്റെ അന്നത്തെ ആഭരണങ്ങളും വസ്ത്രമൊക്കെ ധരിച്ചു. ഒളിച്ചു വെച്ചതുണ്ടായിരുന്നല്ലോ അവളുടെ കയ്യിൽ. അതൊക്കെ എടുത്ത് ധരിച്ച് അവൾ പ്രത്യക്ഷപ്പെട്ടു, മുമ്പിൽ ചെന്ന് നിന്നു. ഇപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് ആ പെൺകുട്ടി തന്നെയാണെന്ന്. അവളോട് നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവൾ ഭംഗിയായിട്ട് നൃത്തം ചെയ്തു. അങ്ങനെ അവൾക്കാണ് സമ്മാനമെന്നും ഈ രണ്ടാനമ്മയുടെ ദുഷ്ടതയും സഹോദരിമാരുടെ ദുഷ്ടതയൊക്കെ രാജാവിന് മനസ്സിലായി. രാജാവ് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവൾ പറഞ്ഞു, വേണ്ട, എന്നെ ഇത്ര കാലവും സംരക്ഷിച്ചില്ലേ, എനിക്ക് ഇതിന് അനുവാദം തന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് അതിന് ഒന്നും അവരെ ചെയ്യണ്ട, അവരെ വെറുതെ വിടണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. രാജാവ് ഒരുപാട് സ്വർണവും ആഭരണവും വസ്ത്രവും ഒക്കെ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് രാജകുമാരിയായിട്ട് തന്നെ ഇവിടെ സ്വീകരിക്കാം. നീ ഒരിക്കലും ഇനി ആ രണ്ടാനമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ രാജാവിൻ്റെ മകൻ ഇവളെ വിവാഹം കഴിച്ചു. രണ്ടുപേരും ഒരുപാട് കാലം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഓക്കെ, കഥ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.